ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ പ്രയാസകരമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും വിദേശത്തുമായൊക്കെ നടന്നത് നിങ്ങളൊക്കെ അറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അവർ ഈ ലോകത്തോട് വിട പറയുന്നതിന്, മരണപ്പെടുന്നതിന് അവരുടെ മാതാപിതാക്കൾ സാക്ഷികളാകേണ്ടി വരുന്നത്. ചിലപ്പോൾ അത് ഒരു ചെറിയ ശ്രദ്ധക്കുറവിൻ്റെ ഭാഗമാകാം, അതല്ലെങ്കിൽ മറ്റു പലതുമാകാം അതിന് കാരണമെങ്കിലും മരണത്തിന് നമ്മൾക്ക് പ്രത്യേകിച്ച് ഇന്നതുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് കൃത്യമായി നമുക്ക് നിർണ്ണയിക്കാൻ സാധ്യമല്ല. അങ്ങനെ പറയാനും കഴിയില്ല. അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. ഓരോ കാര്യങ്ങൾക്കും ഓരോ നിമിത്തങ്ങൾ, ഓരോ കാരണങ്ങൾ ഉണ്ടാകും. ആ കാരണമനുസരിച്ച് നടക്കും. കഴിഞ്ഞ ദിവസം UAE നടന്ന ഒരു വാഹന അപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 മക്കൾ, കുടുംബനാഥനും ഭാര്യയും പരിക്കുകളോടെ, മറ്റൊരു സ്ത്രീ അവരൊക്കെ പരിക്കുകളോടെ ആശുപത്രിയിലായൊരു സംഭവം എല്ലാ പത്രങ്ങളും നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും സമാനമായ ഒരു സംഭവം നടന്നു. നമ്മുടെ അലവിക്കുട്ടിയാക്ക, പെരുമ്പറമ്പിൽ അലവിക്കുട്ടിയാക്ക ഖദീജ, നാലകത്ത് ഖദീജ, അവരുടെ മകൻ ജാബിറിൻ്റെ മോൻ 6 വയസ്സുള്ള ആമിർ ഡ്രെയിനേജിൽ വീണ് മരിച്ചു. അത് ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ്. അങ്ങനെ ചെറിയ കുട്ടികൾ മരിച്ചു പോവുക, നമ്മോട് യാത്ര പറയാന്ന് പറഞ്ഞാൽ ആ മാതാപിതാക്കളെ പറ്റി മാത്രമല്ല, അതിനെപ്പറ്റി ആലോചിക്കുന്ന ഓരോരുത്തർക്കും വല്ലാത്ത സങ്കടവും പ്രയാസവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിക്ക് മാത്രമുള്ളൊരു കാര്യമാണ്. അതിന് സമാധാനിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ, സമാധാനം കണ്ടെത്താനുള്ള കുറേ അത്താണികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അത്താണിയിൽ നമ്മുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നമ്മൾ ഇറക്കി വെച്ചാൽ തീർച്ചയായും നമുക്ക് വലിയ സമാധാനം ഉണ്ടാകും. പെരുമ്പറമ്പിലെ ആ മരണപ്പെട്ട ആമിറിൻ്റെ ഉമ്മയുടെ അടുത്ത് ഞാൻ പോയിരുന്നു. അദ്ദേഹം ആ സ്ത്രീയോട് സംസാരിച്ചു. ആ സ്ത്രീ അൽഹംദുലില്ലാ, ആ സ്ത്രീ പറഞ്ഞൊരു കാര്യമാണ്. അൽഹംദുലില്ലാ, ഏത് കാര്യത്തിലാണെങ്കിലും അത് അല്ലാഹുവിന് സ്തുതി. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്നാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അവനെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാമല്ലോ. അതുകൊണ്ട് കരഞ്ഞ് പ്രയാസപ്പെട്ട് സ്വാഭാവികമായി ഉണ്ടാകുന്നതിന് അപ്പുറത്തേക്ക് ആ പ്രയാസം തീർന്നില്ല. അങ്ങനെ പറയാൻ കഴിയുക അതൊരു വിശ്വാസിക്ക് കഴിയും. അല്ലാത്തവർക്ക് എന്ത് പറയാൻ കഴിയും? ഇപ്പോൾ UAE മരിച്ചുപോയ ആ കുട്ടികളെ നമ്മൾ ആലോചിച്ച് നോക്ക്. 14 വയസ്സുള്ളൊരു കുട്ടി, അതാ മൂത്ത കുട്ടി. 12 വയസ്സുള്ള, 7 വയസ്സുള്ള, 5 വയസ്സുള്ള, ഈ 4 കുട്ടികളും ഒരു കുടുംബത്തിൽ നിന്ന് അങ്ങോട്ട് മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ എത്ര വലിയൊരു ആഘാതമാണ് ആ മാതാപിതാക്കൾക്കും ആ കുടുംബത്തിനും അത് ഉണ്ടാകുന്നത്. എന്നാലും അവർക്ക് ഇസ്ലാം അത് ഒരുപാട് സമാധാനവും പ്രതിഫലാർഹമായ ഒരേ കാര്യങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അവർക്കൊരു വലിയ അത്താണിയാണ്. എന്നാൽ വിശ്വാസി അല്ലാത്ത ഒരാളെ പറ്റി നമ്മൾ ആലോചിച്ചു. ഒരു ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾ, മരണാനന്തരം വേറെ ജീവിതം തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരാൾ, അങ്ങനത്തെ ഒരാളാണ് ഈ രക്ഷിതാക്കൾ എന്ന് വിചാരിക്കുക. അവർ എന്തിന്മേലാണ് അവർക്കൊരു സമാധാനം കിട്ടാൻ എന്താ ഉള്ളത്?
ഇപ്പൊ ഞാനീ പറഞ്ഞ ഈ സ്ത്രീ അൽഹംദുലില്ലാ സ്വർഗത്തിൽ വെച്ച് എനിക്ക് കണ്ടുമുട്ടാമല്ലോ എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സമാധാനിക്കാനും അതുപോലെ പ്രതീക്ഷിക്കാനുമുള്ള ഒരു അവസരം അത് വിശ്വാസിക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. ഇന്ന അംറഹു കുല്ലുഹു ഖൈർ, എല്ലാ കാര്യവും അവന് ഖൈറായി മാറുകയാണ്. അത് നമ്മൾ ഖൈറ് നന്മാന്ന് വിചാരിക്കുന്ന സംഗതികളും ഖൈറ്, നമ്മൾ വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ദുരിതം വിചാരിക്കുന്നതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതൊക്കെ വലിയ ഖൈറാണ്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, റസൂലുള്ളാഹി പറഞ്ഞു ഇത് വിശ്വാസിക്കല്ലാതെ വേറെ ഒരാൾക്കും ഈ ഒരു മാനസികാവസ്ഥ ലഭ്യമാവുകയില്ല. വിശ്വാസികൾക്ക് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ, വേറെ ആർക്കും അതിലില്ല, വേറെ ആർക്കും അത് കിട്ടൂല. ബാക്കിയുള്ളവരൊക്കെ അസ്വസ്ഥരായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഇങ്ങനെ ഒരു സംഭവിച്ച ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു മതത്തിലൊന്നും വിശ്വാസമില്ലാത്ത, പരലോകത്ത് വിശ്വാസമില്ലാത്ത ഒരു രക്ഷിതാവിനോട് നമ്മൾ അയാളെ സന്ദർശിച്ചു എന്ന് വിചാരിക്കുക. ആ സന്ദർശിക്കുന്ന സമയത്ത് എന്താ നമ്മൾ അയാളോട് പറയാൻ? സാരല്ലട്ടോ എന്ന് പറയാം. സാരല്ലട്ടോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സമാധാനമാകും. അയാൾക്ക് എന്ത് സമാധാനം കിട്ടുക? പരലോകത്തിൽ വിശ്വസിക്കാത്ത ആ മനുഷ്യനോട് ഇതൊക്കെ സാരല്ല, നാളെ പഠിച്ചോൻ ഇതിനൊക്കെ എനിക്ക് പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് സമാധാനമാവോ? ഇല്ലല്ലോ, ഒരു സമാധാനം കിട്ടില്ല. ഒരു നിലക്കും നമുക്ക് സമാധാനിപ്പിക്കാനും പറ്റില്ല. സമാധാനം അയാൾക്ക് ലഭിക്കൂല എന്ന് മാത്രമല്ല, അയാളെ സന്ദർശിക്കുന്ന ആളുകൾക്ക് വളരെ ദുഃഖാർദ്ധമായ മുഖം കാണിച്ച് സിമ്പത്തിയോടുകൂടി നോക്കി മടങ്ങാനല്ലാതെ വേറെ ഒരു വാക്കും പറയാൻ പറ്റില്ല. വിധിയാണിത് എന്ന് പറയാൻ പോലും, വിധി പോലും വിശ്വാസമില്ലാത്ത ആളുകളാണ് ധാരാളം ആളുകൾ. അപ്പൊ ഒരു വിശ്വാസി, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഇത് വിശ്വാസിക്ക് ഇങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന്. റസൂലുള്ളാഹി പറഞ്ഞു ഇതാ ഇൻ അസാബത്തുഹു സർറാ ശകർ, വല്ല അനുഗ്രഹവും ലഭിച്ച് വലിയ സന്തോഷകരമായ അവസ്ഥ കിട്ടുകയാണെങ്കിൽ അപ്പോഴും അവൻ അള്ളാഹുണ്ട്, അവൻ നന്ദി കാണിക്കും. ആ നന്ദി മതി അവനത് ഗുണകരമായി മാറി. നന്ദി കാണിക്കാതിരുന്നാലോ അതുപോലെ ദോഷമായി. അതുപോലെ വൈൻ അസാബത്തു വർറ, വല്ല ദുരിതം വന്നാൽ, പ്രയാസം വന്നാൽ, ഇപ്പൊ സംഭവിച്ച പോലെ സംഭവിച്ചാലോ സബറ, അവൻ ക്ഷമിക്കും. ആ ക്ഷമ അവന് മതി. ഫക്കാന ദാലിക ലഹു ഖൈർ, അത് അവന് വലിയൊരു ഖൈറായി മാറും. ഇത് വിശ്വാസിക്ക് മാത്രമല്ല. എന്നാ പരീക്ഷണങ്ങളോ അത് ഇന്നോർക്ക് മാത്രം വല്ലതും കണക്കാക്കിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ചതാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. പല രീതിയിലും അല്ലാഹുവിന്റെ പരീക്ഷണം ഉണ്ടാവും. പേടി, ജീവിക്കാൻ സാധിക്കാത്ത ഭീതിതമായ അന്തരീക്ഷം നമുക്ക് ചുറ്റുമുണ്ടായ അതൊരു പരീക്ഷണമാണ്. അതുപോലെ വിശപ്പ് സഹിക്കേണ്ട അവസ്ഥ, സാമ്പത്തികമായ ക്ലേശം, ബുദ്ധിമുട്ട്, മക്കളില്ലാതെ മക്കൾ നഷ്ടപ്പെട്ടു പോവുക, അതുപോലെ തന്നെ കായികനികളൊക്കെ എല്ലാം എന്തെങ്കിലും പ്രകൃതി ദുരന്തം കൊണ്ടൊക്കെ അതൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോവുക. ഇങ്ങനെയൊക്കെ പല രീതിയിലും പരീക്ഷണങ്ങൾ വരും. എന്നാൽ മുബശ്ശിരി സ്വാമിനി, അതിനെ ക്ഷമയോടുകൂടി നേരിടുന്നവർക്ക് നീ സന്തോഷവാർത്ത അറിയിച്ചേക്ക്. മാത്രമല്ല അല്ലദീന ഇദാ അസാബത്തും മുസീബത്തും, വല്ല വിപത്തും സംഭവിച്ചാൽ ഖാലു, അവര് പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ ഇത്ര പറയുന്ന വാക്കാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ഈ കുട്ടി മരിച്ചു എന്ന് കേട്ടാൽ നമ്മൾ പറയുന്നതാണല്ലോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങളൊക്കെ പടച്ചോനെ നിന്റെ അടുക്കിലേക്ക് വരുന്നവരാണല്ലോ, നിന്നിലേക്ക് മടങ്ങി വരുന്നവരാണല്ലോ. ആ മടങ്ങി വരുന്നവരാണ് എന്നതാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ വലിയ സമാധാനമുള്ളത്. അതാണ് ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മത്തുൻ. ഇങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹവും സമാധാനവും ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പിന്നെ ഈ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഒരിക്കൽ റസൂലിന്റെ സദസ്സിൽ സ്ഥിരമായി വരുന്ന ഒരാളുണ്ടായി. അയാളെ കാണാതെ
2-3 ദിവസമായിട്ട് കാണുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ചോദിച്ചു, അല്ല എവിടെ നമ്മളെ ആളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, സഹാബാക്കള് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് മാത ഇബ്നുഹു, അയാളെ മകൻ മരിച്ചുപോയി, ആ ദുഃഖത്തിലിരിക്കുകയാണ്. മകൻ മരിച്ചപ്പോൾ പിന്നെ വളരെ പ്രയാസമായി, പിന്നെ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയണില്ല, അത്രയും ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് വരാൻ പറയുക. അങ്ങനെ അയാൾ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അമാ തർള അല്ലാ തഅതി യൗമൽ ഖിയാമത്തി ബാബൻ മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ ജാഅ യസ്ആ ഹത്താ യഫ്തഹു ലക. അല്ല, അവൻ എൻ്റെ കൂടെ ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ പോകുന്നതിനേക്കാളും നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, നാളെ നീ മരിച്ച് പോകുമ്പോൾ സ്വർഗത്തിലെത്തിയാൽ അവിടെ നിനക്ക് കയറി വരാനുള്ള വാതിലുകൾ ഈ മോൻ ഓടി നടന്ന് ഓരോന്നും ഇങ്ങനെ തുറന്ന് തരും. അങ്ങനത്തെ ഒരു നാളെ നീ ആലോചിച്ച് നോക്ക്, അതല്ലേ എനിക്ക് ഏറ്റവും സമാധാനം നൽകുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാതൊരു സംശയമില്ല യാ റസൂലല്ലാഹ്, അങ്ങനെ തന്നെ എനിക്കതാ. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന അലൈഹി സ്വലമ പറയുകയുണ്ടായി, ബല്ലി കൊല്ലിക്കും, എല്ലാ മനുഷ്യന്മാരും, എല്ലാ വിശ്വാസികളായ ആളുകൾക്കും അവരുടെ പൈതങ്ങൾ മരിച്ചു പോയാൽ, ചെറിയ കുട്ടികൾ മരിച്ചാൽ ആ കുട്ടികൾ സ്വർഗത്തിലാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി നമുക്ക് കാണാൻ കഴിയും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതി ഉണ്ടായിരുന്നു. നബി ചോദിക്കും ആരോടെങ്കിലുമൊക്കെ, ഇന്ന് ആരെങ്കിലും ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ചില ആളുകൾ എന്തിനാ, നബി ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറയും. അപ്പം നബി അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് അത് നുബുവത്തുമായി ബന്ധപ്പെട്ട സംഗതിയാണ്, അത് പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സ്വപ്ന വ്യാഖ്യാനം. അപ്പോൾ ഒരാൾ ഒരിക്കൽ റസൂലിനോടൊന്നും കണ്ട് പറഞ്ഞു, നബി ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു വലിയ തോട്ടത്തിൽ, സ്വർഗസമാനമായൊരു തോട്ടത്തിൽ നീണ്ടൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ചുറ്റും കുറേ കുട്ടികളുമുണ്ട്. ഇങ്ങനെയാണ് ഒരു സ്വപ്നം കണ്ടൊരു നബി എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, അതാരാന്നറിയോ, അതാണ് ഫഇന്നഹു ഇബ്രാഹിം അലൈഹിസ്സലാം, അത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ആ നീണ്ട മനുഷ്യൻ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. എന്നിട്ട് പറഞ്ഞു, അമ്മൽ വിൽദാൻ അല്ലദീന ഹൗലഹു, ഇബ്രാഹിം നബിയുടെ ചുറ്റും ഇങ്ങനെ കുറേ കുട്ടികളെ കണ്ടല്ലോ ജി, അതാരാന്ന് പറഞ്ഞു തരണോ, അത് ഫകുല്ലു മൗലൂദിൻ മാത അലൽ ഫിത്ര, ചെറുപ്പത്തിൽ മരിച്ചുപോയ കുട്ടികളാണ്. ചെറുപ്പത്തിൽ മരിച്ചുപോയ കുട്ടികളാണ് ആ ഇബ്രാഹിം നബിയുടെ ചുറ്റും ഇങ്ങനെ ഓടിക്കളിച്ച് ഇങ്ങനെ നടക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു, പിന്നെ യാ റസൂലല്ലാഹ് ഔലാദുൽ മുശ്രിക്കീൻ, മുസ്ലിങ്ങളല്ലാത്തവരെ മക്കളും ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു. ചെറുപ്പത്തിൽ മരിച്ചുപോയ, പ്രായപൂർത്തിയാണതിൻ്റെ മുമ്പ് മരിച്ചുപോയ മുസ്ലിങ്ങളല്ലാത്തവരെ മക്കളും ഈ ഇബ്രാഹിം നബിന്റെ ചുറ്റും ഇങ്ങനെ പിന്നെ ഓടി നടക്കുന്ന, കളിച്ചു നടക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവോ ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ഔലാദുൽ മുശ്രിക്കീൻ, മുസ്ലിങ്ങളല്ലാത്തവരുടെ മക്കൾ. കാരണം കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവരും ജനിക്കുന്നത് സ്വച്ഛമായ പ്രകൃതിയോട് കൂടിയാണ്. അള്ളാഹുവിനെ പറ്റിയും അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പറ്റിയൊക്കെ അവൻ്റെ മനസ്സിൽ ശരിക്കുള്ളതാണ്. പിന്നെ മാതാപിതാക്കളാണ് പിന്നെ അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്, അഗ്നിയാരാധകനാക്കുന്നത്, അതുപോലെ യഹൂദനാക്കി മാറ്റുന്നത്. മാതാപിതാക്കളാണ് അവനെ മുസ്ലിമാക്കി മാറ്റുന്നത് അവിടെ പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി പറഞ്ഞില്ല. കാരണം എല്ലാ മനുഷ്യരും, എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും പാപരഹിതരായി മുസ്ലിമായിക്കൊണ്ടാൽ തന്നെയാണ് ജനിക്കുന്നത്. ജനിക്കുമ്പോൾ എല്ലാവരും മുസ്ലിങ്ങളാണ്, ചെറിയ കുട്ടികളൊക്കെ മുസ്ലിങ്ങൾ. അതാണ് സ്വച്ഛമായ പ്രകൃതം എന്ന് പറയുന്നത്. ആ പ്രകൃതത്തിൽ അങ്ങനെ വരുമ്പോൾ അവര് നമ്മൾക്കൊക്കെ ആളുകൾക്ക് പിന്നെ ഓരോരുത്തർക്കുള്ള അനുഗ്രഹമാണ്. നമ്മൾ ഒരു മുസ്ലിം മാതാപിതാക്കളുടെ വീട്ടിൽ ജനിച്ചതുകൊണ്ട് നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ ഇസ്ലാമും പരലോകവും ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ച് മനസ്സിലാക്കി വരാൻ പറ്റി. വേറെ ചില ആളുകൾക്ക് ആ ഭാഗ്യം കിട്ടൂല. അവരൊരു അമുസ്ലിം കുടുംബത്തിൽ ആയിരിക്കും അവർ ജനിക്കുന്നത്. അപ്പം അതനുസരിച്ച് അവർ പോകും. പിന്നെ അതിൽ നിന്ന് അവർ സത്യം കണ്ടെത്തി മനസ്സിലാക്കി പഠിച്ച് ഇങ്ങോട്ട് വരാൻ അവർക്ക് വളരെ പ്രയാസം, ബുദ്ധിമുട്ടാവും. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിലോ അവർക്ക് ഒരുപാട് പ്രതിഫലം ഉണ്ടാവും. നമ്മളൊക്കെ
നമുക്കൊക്കെ ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലമായിരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ആളുകൾ. കാരണം അവര് അത്രയും ആ സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ എല്ലാ കുട്ടികളും അങ്ങനെയാണ്. അവരൊക്കെ ഇബ്രാഹിം നബിയുടെ ചുറ്റും ചെറിയ കുട്ടികളെ പറ്റിയാണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പറ്റിയാണ് ഈ പറയുന്നത്. വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാൾക്ക് 3 മക്കൾ, അയ്യുമംറഅത്തിൻ മാത ലഹാ സലാസത്തുൻ മിനൽ വലദ്, 3 മക്കൾ ഒരു കുട്ടി ഒരാൾക്ക് മരിച്ചുപോയി, ചെറിയ കുഞ്ഞുങ്ങൾ മരിച്ചു പോയാൽ അത് കാനൂ ഹിജാബൻ മിനന്നാർ, ഈ മക്കൾ അവൾക്ക്, ഈ സ്ത്രീക്ക് അല്ലെങ്കിൽ ഈ ഉപ്പാക്ക് അല്ലെങ്കിൽ ഉമ്മാക്ക് അവർക്ക് ഒരു ഹിജാബായി മാറും, നരകത്തിൽ നിന്നുള്ളൊരു പരിചയമായി മാറും ഈ കുട്ടികൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ ചിലപ്പം 2 കുട്ടികളെ മരിച്ചു പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു പെണ്ണ് വിചാരിച്ചു, ഇസ്നാനി നബിയെ 2 കുട്ടികൾ മരിച്ചവരുടെ കാര്യം എന്താണ്? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കുട്ടികൾ മരിച്ച ഒരാളാണെങ്കിലും അവർക്ക് ഈ കുട്ടികൾ ഒരു നരകത്തിൽ പോകുന്നതിൽ നിന്നൊരു തടമായി മാറും. വേറൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സഹാബി തൻ്റെ ചെറിയ മകനെ മറമാടിയിട്ട് ആ ഖബറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ അയാൾ സഹാബിയല്ല, ഒരു സാധാരണ ഒരു താബി, സഹാബിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം. അപ്പം അദ്ദേഹം തൻ്റെ സുഹൃത്ത് ഒരാളോട് ചോദിച്ചു, ഈ ഇത്തരം എന്നെപ്പോലെയുള്ള ഈ ആളുകൾക്ക് ഉള്ള എന്തെങ്കിലും മനസ്സമാധാനത്തിന് ഉള്ള എന്തെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, കേട്ടിട്ടുണ്ട്, ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അബൂ മൂസൽ അശ്അരിയിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, ഇദാ മാത വലദുൽ അബ്ദി, ഒരു മനുഷ്യൻ മരിച്ചാൽ ഖാല അല്ലാഹു ലി മലായികതിഹി ഖബൽതും വലദ അബ്ദി, അള്ളാഹു മലക്കുകളോട് ചോദിക്കും, എൻ്റെ അടിമയുടെ മകനെ നീ മരിപ്പിച്ചോ? അള്ളാഹിന്റെ കൽപ്പന പ്രകാരമാണ് നടക്കുന്നത്. പക്ഷെ ആ ഒരു അവസരം ആ രീതിയിലാണ് നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്. അപ്പം മലക്കുകൾ പറയും ഞാൻ. അപ്പോ ഫയഖൂലു ഖബൽതും സമ്രത ഫുആദി, ആ മനുഷ്യന്റെ കരളിന്റെ കഷ്ണത്തെയാണോ നീ മരിപ്പിച്ചത് എന്ന് മലക്കുകളോട് അള്ളാഹു വീണ്ടും ചോദിക്കും. അപ്പോൾ അവർ പറയും അതെ. എന്നിട്ട് അള്ളാഹു ഈ മലക്കുകളോട് ചോദിക്കും, അപ്പൊ അയാൾ എന്തു പറഞ്ഞു? അയാൾ എന്തേ പറഞ്ഞത്? മാതാകാല അബ്ദി, എൻ്റെ അടിമക്ക് എന്താണ് ഇങ്ങനെ അവൻ്റെ ഏറ്റവും കരളിൻ്റെ കഷ്ണമായ മകൻ അയാൾ മരിച്ചപ്പോൾ അല്ലെങ്കിൽ മരിപ്പിച്ചപ്പോൾ നിങ്ങൾ അവൻ്റെ റൂഹ വിളിച്ചപ്പോൾ അവൻ എന്താ പറയണത്? ഫയഖൂലൂന, അവർ പറഞ്ഞു ഹമിദകല്ലാഹ്, അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതിന് ശേഷം വസ്തർജ, എന്നിട്ട് പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. അപ്പോ ഫയഖൂലുല്ലാഹ്, അപ്പൊ അള്ളാഹു പറയും ഇബ്നൂലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എൻ്റെ ആ അടിമക്ക് സ്വർഗത്തിലൊരു വീടുണ്ടാക്കി കൊടുക്കൂ. വസമ്മൗഹു ബൈത്തുൽ ഹംദ്, ആ വീടിന് സ്തുതിയുടെ വീട് എന്ന് പേരും നൽകൂ. അപ്പോ ആ ഒരു മനോഭാവം, ആ ഒരു അത്താണിയിലേക്ക് എത്താൻ സാധിച്ചാൽ അതുപോലെ വലിയ ഒരു നേട്ടമായി അവന് സ്വർഗത്തിലൊരു വീടായി മാറും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു. വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, എന്താണ്? തുതയ്യിബു ബി അൻഫുസനാ മൗതാന, മക്കൾ മരിച്ച ഞങ്ങളുടെ മനസ്സിനൊരു സമാധാനമുണ്ടാകുന്ന ചില സംസാരങ്ങൾ റസൂലുള്ളാഹിയിൽ നിന്ന് കിട്ടിയത് പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു സഹാബി പറഞ്ഞു കൊടുക്കുകയാണ്, സിഗാറുഹും ദാമീസുൽ ജന്ന, നിങ്ങളുടെ ചെറിയ കുട്ടികളുണ്ടല്ലോ അവര് സ്വർഗത്തിലെ പറവകളാണ്. സ്വർഗത്തിലൂടെ അവരിങ്ങനെ പാറിക്കളിച്ച് നടക്കുന്ന അവസ്ഥയാണ് അവർക്കുള്ളത്. യതലക്ക അഹദും അബാഹും, അവര് പിന്നെ ഖിയാമത്ത് നാളില് അവരെ വാപ്പാനെ അവർ കാണും. ഇതൊക്കെ സ്വർഗത്തിലെത്തുന്ന വാപ്പാരിമാരെ പറ്റിയാണ് കേട്ടോ. വാപ്പാരുമാരും സ്വർഗത്തേക്ക് എത്തുന്നവരല്ലെങ്കിൽ ഇപ്പൊ ഈ കുട്ടികളത് കാണുന്നില്ല. സ്വർഗത്തിലേക്ക്, ആ സ്വർഗത്തിന്റെ ആ ഭാഗത്തേക്ക് എത്തുന്ന മാതാപിതാക്കളെ
അവർ കാണും. ഫയഖുദു ബിസൗബിഹി, അപ്പോൾ ആ മാതാപിതാക്കളുടെ വസ്ത്രം ഈ കുട്ടികൾ ഇങ്ങനെ പിടിക്കും. വസ്ത്രം കുട്ടികൾ പിടിച്ചിട്ട് അവരെന്ത് പറയും? ഫയഖുദു ബിസൗബിഹി കമാ അഖദ നബി ഫലാ യതനാഹ ഹത്താ യുദ്ഖിലല്ലാഹുൽ ജന്ന. അള്ളാഹു ഈ മാതാപിതാക്കൾക്ക് സ്വർഗപ്രവേശനം അനുവദിക്കണവരെ ആ മാതാപിതാക്കളുടെ ആ കോന്തലയിൽ അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ തലപ്പിൽ ഈ കുട്ടികളെങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ചു, നമ്മളുടെ മരിച്ചുപോയ മക്കൾ, ചെറിയ കുട്ടികൾ, അവര് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി മരണാനന്തര ജീവിതത്തിൽ ഈ രീതിയിൽ കാത്തിരിക്കുന്നു എന്നറിയുമ്പോൾ, എന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണ് അതിലൊരു സമാധാനം? അതിനൊക്കെ എന്ത് വേണം? ഈ പറയുന്ന നമ്മൾക്കും ഒരുപാട് പാഠം. ഈ പറയുന്ന നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശികളായി മാറണം. അപ്പോഴേ ഈ വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുള്ളൂ. സൂറത്ത് തൂറിലെ ഒരു വചനാണല്ലോ ഞാൻ ഓതിയത്. അതിൽ അള്ളാഹു പറയുന്ന കാര്യമാണ്, വല്ലദീന ആമനു, വിശ്വാസികൾ, വത്തബഅതുഹും ദുർരിയത്തുഹും, ആ വിശ്വാസത്തിൽ അവരുടെ മക്കളും പിന്തുടർന്നു വന്നിട്ടുണ്ടെങ്കിൽ, വാപ്പ നല്ല വിശ്വാസമുള്ള ഒരു മനുഷ്യനാണ്, ആ വാപ്പാന്റെ ആ വിശ്വാസവും അതിൽ തന്നെ അതൊക്കെ മക്കളും പിന്തുടർന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹ്കനാബിഹിം ദുർരിയത്തുഹും, ഈ മക്കളെയും മാതാപിതാക്കളെയും അള്ളാഹു ചേർത്തിക്കൊടുക്കും. മക്കളെയും മാതാപിതാക്കളെയും അവർ ചേർത്തിക്കൊടുക്കും. വമാ അലത്തിനാഹും മിൻ അമലിഹിം ശൈഅൻ, അവരുടെ അമലിൽ നിന്ന് യാതൊന്നും കുറക്കാതെ അവരെ അള്ളാഹു ഒരുമിപ്പിക്കും, മാതാപിതാക്കളെയും. അപ്പൊ സ്വർഗത്തിലെത്തുന്ന മാതാപിതാക്കളും മക്കളും അവരൊക്കെ അവിടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് സൂറത്ത് തൂറിലെ ഈ 21-ാം വചനത്തിൽ നമുക്ക് പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾ നമുക്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. പക്ഷേ അള്ളാഹുവിൻ്റെ വിധിയുടെ മുമ്പിൽ നമ്മളാരും അതിനെ ജയിച്ചടക്കാൻ കഴിയുന്നവരല്ല. ആ വിധിയുടെ മുമ്പിൽ അതൊരു പരീക്ഷണമായി നമുക്ക് വരുമ്പോൾ ഓരോരുത്തർക്കും ഏത് രീതിയിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്നൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല. അവനവന് കിട്ടുന്ന പരീക്ഷണം, ഇങ്ങനത്തെ വല്ല പരീക്ഷണവും ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ അതിനെ ക്ഷമയോടെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ കണ്ടുമുട്ടാം എന്ന ഒരു ശുഭപ്രതീക്ഷയിൽ അവിടേക്ക് നമ്മൾ കൂടി എത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ നിരതരായി നിൽക്കുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും ഈ മക്കളായിരിക്കും നമ്മളെ ആനയിച്ച് കൊണ്ടുവരുന്നതും നമ്മളെ കൂടെ കൊണ്ടുവരുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു വല്ലാത്ത സന്തോഷകരമായ അനുഭവം വിശ്വാസിക്ക് സമ്മാനിക്കുന്നതാണ് ഇത്തരം നബിവചനങ്ങൾ. ഇത് വിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന ഒരു സമാധാനത്തിന്റെ വചനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.